വെൽക്കം ബാക്ക് ടു ടെക് സൊല്യൂഷൻസ്. ഐ ആം സഞ്ജയ് സുബ്രഹ്മണ്യ. നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പുതിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി മാത്തമാറ്റിക്സിൽ സിംപ്ലിഫിക്കേഷൻ എന്നൊരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. സിംപ്ലിഫിക്കേഷനും അത് നമ്മൾ ആദ്യം പഠിച്ചത് സിംപ്ലിഫിക്കേഷൻ ആയിരുന്നു, പിന്നെ രണ്ടാമത് പഠിച്ചത് ഓൾജിബ്രാക് സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ അതൊരു ടോപ്പിക് എന്ന രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമതായിട്ട് നോക്കാനുള്ള ഒരു ടോപ്പിക്കാണ് സ്ക്വയർ റൂട്ട് ആൻഡ് ക്യൂബ് റൂട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് മാത്സിൻ്റെ രണ്ടാമത്തെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ടോപ്പിക്കിൻ്റെ പേര് സ്ക്വയർ റൂട്ട് ആൻഡ് ക്യൂബ് റൂട്ട്. മാത്തമാറ്റിക്സിൻ്റെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് ആൻഡ് ക്യൂബ് റൂട്ട്. സ്ക്വയർ റൂട്ട് ആൻഡ് ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് സ്ക്വയർ അല്ലേ. സ്ക്വയർ ഓഫ് എ നമ്പർ, ഒരു നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്പർ 3 അല്ലേ, 3 ഉള്ള നമ്പറിൻ്റെ സ്ക്വയർ നമ്മൾ എങ്ങനെ എഴുതുക? സ്ക്വയർ എന്ന് പറയുന്നത് 3 × 3 അല്ലേ. 3 × 3 9. അപ്പോൾ 3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 3 × 3 9 ആണ്. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 × 4. ഓക്കെ, 4 × 4 16. അപ്പോൾ 4ൻ്റെ സ്ക്വയർ നമുക്ക് 16 എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം 3ൻ്റെ ക്യൂബ് അല്ലേ. 3ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 3 × 3 × 3. ഓക്കെ, 3 × 3 9, 9 × 3 27. അപ്പോൾ അതാണ് 3ൻ്റെ ക്യൂബ്. അതുപോലെ 4ൻ്റെ ക്യൂബ് ആണെങ്കിൽ 4 × 4 × 4 അല്ലേ. 4 × 4 16, 16 × 4 64. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യം അല്ലേ. നമ്മുടെ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് എ നമ്പർ, അതുപോലെ തന്നെ ക്യൂബ് ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 4, അതുപോലെ 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 × 3 × 3, അതുപോലെ 4 ക്യൂബ് പറഞ്ഞാൽ 4 × 4 × 4. ഇതാണ് ഒരു നമ്പറിൻ്റെ സ്ക്വയറും അതുപോലെ ഒരു നമ്പറിൻ്റെ ക്യൂബും നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യം. ഓക്കെ, ഇത് നമുക്ക് നോക്കാം സ്ക്വയർ റൂട്ട് ആൻഡ് ക്യൂബ് റൂട്ട്. അപ്പോൾ എന്താണ് സ്ക്വയർ റൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു 3ൻ്റെ സ്ക്വയർ 9 ആണ്. ഓക്കെ, 3ൻ്റെ സ്ക്വയർ 9 ആണ്. അങ്ങനെയാണെങ്കിൽ 9ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് അല്ലേ. 3ൻ്റെ സ്ക്വയർ ആണ് 9, അതായത് 9ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 ആയിരിക്കും അല്ലേ. അതുപോലെ 4ൻ്റെ സ്ക്വയർ ആണ് 16, അപ്പോൾ 16ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഒരു ബേസിക് ഐഡിയ. ഓക്കെ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3ൻ്റെ സ്ക്വയർ വെച്ചാൽ 3 × 3 9. ഇനി 9ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ എന്തായി? നമ്മൾ സ്ക്വയർ റൂട്ടിനകത്ത് 9 എഴുതുക. എന്തിന് ഈക്വലാണ്? 3ന് ഈക്വലാണ് അല്ലേ. 9ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 3 ആണ്. അതുപോലെ 16ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇത് നമ്മൾ പഠിച്ചത് 3ൻ്റെ ക്യൂബ് 27 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 27ൻ്റെ ക്യൂബ് റൂട്ട് എത്ര ആയിരിക്കും? 3ൻ്റെ ക്യൂബ് 27 ആണെങ്കിൽ 27ൻ്റെ ക്യൂബ് റൂട്ട് 3 ആയിരിക്കും അല്ലേ. അതുപോലെ 4ൻ്റെ ക്യൂബ് 64 ആണ്. അങ്ങനെയാകുമ്പോൾ 64ൻ്റെ ക്യൂബ് റൂട്ട് എന്താണ്? 64ൻ്റെ ക്യൂബ് റൂട്ട് 4 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂബ് റൂട്ടും അതുപോലെ സ്ക്വയർ റൂട്ടും എന്ന് പറയുന്ന രണ്ട് ടേംസിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ. ഓക്കെ, നമ്മൾ ആ ഒരു സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് എന്ന ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ബേസിക് ആയി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമുക്കിനി ബാക്കി നോക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പം നമുക്ക് ഒരു 1 to 10 അല്ലേ. 1ൻ്റെ സ്ക്വയർ 1 ആണെന്നറിയാം. നമ്മൾ കഴിഞ്ഞ ഒരു മാത്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 1 തൊട്ട് 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ ഞാനിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏകദേശം നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരക്കമുള്ള സംഖ്യ, ഇപ്പോൾ 1 പോലത്തെ അല്ലെങ്കിൽ 2 പോലത്തെ അല്ലെങ്കിൽ 1 മുതൽ 10 വരെയുള്ള സംഖ്യേൻ്റെയൊക്കെ സ്ക്വയർ നമുക്ക് കാണാൻ എളുപ്പമാണ്. കാരണം 9ൻ്റെ സ്ക്വയർ ആണെങ്കിൽ 9 × 9 ചെയ്താൽ 81 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ സ്ക്വയറിനെ നമുക്ക് സിമ്പിളായി കണ്ടെത്താൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 1 തൊട്ട് 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് കണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിനി അറിയാത്ത കുറേ നമ്പേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. ചിലപ്പോൾ വലിയ നമ്പേഴ്സൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് മാക്സിമം സമയം എന്ത് ചെയ്യാം, സമയം ചിലവാക്കാൻ
സമയം നഷ്ടപ്പെടുത്താണ്ട് മാക്സിമം പെട്ടെന്ന് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ എന്ത് വേണ്ടി വരും, ഇതുപോലത്തെ കുറച്ച് ഷോർട്ട് മെത്തേഡ്സ് നമുക്ക് പഠിക്കേണ്ടി വരും. ഓക്കെ, ഒരു നമ്പറിൻ്റെ സ്ക്വയർ കാണാനുള്ള ഷോർട്ട് മെത്തേഡൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചു വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ സ്ക്വയർ ഓഫ് എ നമ്പറാണ് പഠിക്കാൻ പോകുന്നത്. സ്ക്വയർ ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ, ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയർ നമുക്ക് ഒരു ഷോർട്ട് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഞാൻ 16, ഓക്കെ, ജസ്റ്റ് 16ൻ്റെ സ്ക്വയർ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക നോക്കാം. അല്ലേ, അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കില്ല. 16ൻ്റെ സ്ക്വയർ 256 ചിലപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും നമുക്ക് ഇനി അഥവാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് 16ൻ്റെ സ്ക്വയർ കണ്ടെത്താനുള്ള ഒരു മെത്തേഡ് പഠിക്കാം. ഓക്കെ, നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് 16ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 16ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 × 16 ആണ് അല്ലേ. അതായത് എന്ത് ചെയ്യും, നമ്മൾ സാധാരണ 16 × 16 ചെയ്ത് നോക്കാം. 6 6 36, 6 3 ബാക്കി, 6 6 3 9, 6 6 1 6 5 2. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ചെയ്താൽ നമുക്ക് 256 നമുക്ക് 16ൻ്റെ സ്ക്വയർ കിട്ടും. എന്നാൽ ഇതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 16ൻ്റെ സ്ക്വയർ കണ്ടെത്താനുള്ള ഒരു മെത്തേഡ് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓരോരോ സ്റ്റെപ്പുകൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടെത്താൻ പോകുന്നത് 16ൻ്റെ സ്ക്വയർ. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു 1 ഉണ്ട് 6 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം 6ൻ്റെ സ്ക്വയർ എഴുതാം. എത്രയാണ് 6ൻ്റെ സ്ക്വയർ? 6 × 6 36 ആണ്. അത് കഴിഞ്ഞ് എന്ത് എഴുതാം, 1ൻ്റെ സ്ക്വയർ എഴുതാം. 1 × 1 1 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നോക്കുക, ഇവിടെ 1 ഉണ്ട് 6 ഉണ്ട് 2 ഉണ്ട് അല്ലേ. 1 ഉണ്ട് 6 ഉണ്ട് 2 ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഈ 1 × 6 × 2 ചെയ്യുക. 1 × 6 × 2 ചെയ്യുക. എത്ര കിട്ടും? 1 × 6 6, 6 × 2 12. ഓക്കെ, നമ്മൾ ഈ 12 എന്ത് ചെയ്യുക, ഇവിടേക്ക് കൊണ്ടുപോയി എഴുതുക. അതായത് ഇവിടെ എഴുതുക. ഇതിൻ്റെ താഴെ 136 കിട്ടിയതിൻ്റെ നമ്മൾ 6ൻ്റെ സ്ക്വയർ 36 എഴുതി, 1ൻ്റെ സ്ക്വയർ 1 എഴുതി അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, ഈ 136 കിട്ടിയതിൻ്റെ താഴേക്ക് എന്ത് ചെയ്യുക, നമ്മൾ 1 × 6 × 2 ചെയ്തപ്പോൾ നമുക്ക് 12 കിട്ടി. ആ 12 എന്ത് ചെയ്യുക, താഴേക്ക് നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യുക, ഇത് തമ്മിൽ ആഡ് ചെയ്യുക. 6 3 2 5 1 1 2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 16ൻ്റെ സ്ക്വയർ 256 നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതൊരു എളുപ്പമുള്ള ഒരു സ്റ്റെപ്പാണല്ലോ അല്ലേ. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് 18ൻ്റെ സ്ക്വയർ ഒക്കെ നമ്മൾ എങ്ങനെ ചെയ്യാം. 18ൻ്റെ സ്ക്വയർ 8ൻ്റെ സ്ക്വയർ 64, 1ൻ്റെ സ്ക്വയർ 1, 1 × 8 8, 8 2 16, 4 6 12, 1 2 324 അല്ലേ. ആകെ 2 സ്റ്റെപ്പ് മതി നമുക്ക് ആൻസർ കിട്ടാൻ അല്ലേ. ജസ്റ്റ് എക്സാമ്പിൾ നോക്കുക. 19ൻ്റെ സ്ക്വയർ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യും, 9 × 9 81, 1 × 1 1, ഒരു 9 9 9 2 18, 1 8 8 16, 1 2 1 3, 361. അപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യുന്നത്, ആദ്യം ഈ ഒരു നമ്പറിൻ്റെ സ്ക്വയർ നമ്മളിവിടെ എഴുതി 81, പിന്നെ 1ൻ്റെ സ്ക്വയർ എഴുതി 1, പിന്നെ എന്ത് ചെയ്യുക, 1 × 9 × 2 18. എന്ത് ചെയ്യുക, താഴേക്ക് നേരെ എഴുതുക, നേരെ തമ്മിൽ പ്ലസ് ചെയ്യുക. 1 8 8 16, 1 1 2 2 1 3, 361. അപ്പോൾ നമ്മളിങ്ങനെയാണ് ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയർ നമ്മൾ എളുപ്പത്തിൽ കാണും. അപ്പോൾ നമുക്ക് ഇനിയും കുറച്ചും കൂടി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം, കുറച്ചും കൂടി വലിയ പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസ് എഴുതാം. ജസ്റ്റ് നോക്കാം. 53ൻ്റെ സ്ക്വയർ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതാം. 53യുടെ സ്ക്വയർ നമ്മൾ കണ്ടെത്താൻ പോവാം. അപ്പോൾ നമ്മൾ 53ൻ്റെ സ്ക്വയർ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം 3ൻ്റെ സ്ക്വയർ എഴുതുക. എത്രയാണ്, 9 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ 3ൻ്റെ സ്ക്വയർ 9 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താണ്, 9 എന്നുള്ളത് ഒറ്റക്ക നമ്പറാണ് അല്ലേ, ഒറ്റ സിംഗിൾ ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ സിംഗിൾ ഡിജിറ്റ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മുന്നേ ഒരു 0 കൂടി ചേർക്കുക. ഓക്കെ, അതായത് 3ൻ്റെ സ്ക്വയർ 9 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 3ൻ്റെ സ്ക്വയർ 9 എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 9ൻ്റെ മുന്നേ ഒരു 0 കൂടി നമ്മൾ ചേർത്തു. ഇനി എന്ത് ചെയ്യുക, 5ൻ്റെ സ്ക്വയർ എഴുതുക. എത്രയാണ്, 5ൻ്റെ സ്ക്വയർ 25. ഓക്കെ, ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്, നമ്മൾ താഴേക്ക് ഇത് 3 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുക, നമ്മൾ താഴേക്ക് എഴുതണം അല്ലേ. 5 × 3 15, 15 × 2 30. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എവിടെ 30 എഴുതേണ്ടത്, ഈ 2 നമ്പേഴ്സിൻ്റെ താഴെയാണ് നമ്മൾ 30 എഴുതേണ്ടത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എങ്ങനെ ചെയ്തത്, 109ൻ്റെ സ്ക്വയർ 81 എഴുതി, 1ൻ്റെ സ്ക്വയർ 1 എഴുതി, പിന്നെ 1 × 9 9, 9 × 2 18. നമ്മൾ
ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, 9ൻ്റെ മുന്നേ നമ്മൾ 0 എഴുതി. പിന്നെ 5ൻ്റെ സ്ക്വയർ 25 എഴുതി. ഇനി എന്ത് ചെയ്യുക, 5 × 3 15, 15 × 2 30. 30 എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഈ രണ്ട് നമ്പറിൻ്റെ താഴെയാണ് നമ്മൾ 30 എഴുതേണ്ടത്. എന്ത് ചെയ്യുക, തമ്മിൽ ആഡ് ചെയ്യുക. 9 0 8 2. അപ്പോൾ നമ്മുടെ 53ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, 2809 ആയിരിക്കും. ഓക്കെ, നമുക്കിനി വേറൊരു എക്സാമ്പിൾ ചെയ്യാം. 77ൻ്റെ സ്ക്വയർ നോക്കാം. ഓക്കെ, 77ൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം 7ൻ്റെ സ്ക്വയർ 49, പിന്നെയും 7 തന്നെ, 7ൻ്റെ സ്ക്വയർ 49. ഇനി എന്ത് ചെയ്യുക, 7 × 7 49, 49 × 2 98. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ താഴെയാണ് നമ്മൾ താഴെയുള്ള നമ്പർ എഴുതേണ്ടത്. തമ്മിൽ ആഡ് ചെയ്താൽ 9 8 4 12 9 18 19 5 5929 ആയിരിക്കും 77ൻ്റെ സ്ക്വയർ. ഓക്കെ, നമുക്ക് ജസ്റ്റ് 2 സ്റ്റെപ്പ് മതി നമ്മുടെ ആൻസർ കിട്ടാൻ. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 96ൻ്റെ സ്ക്വയർ. 96ൻ്റെ സ്ക്വയർ എങ്ങനെ എഴുതാം, 6ൻ്റെ സ്ക്വയർ 36, 9ൻ്റെ സ്ക്വയർ 81. 9 × 6 ചെയ്യുക, 9 × 6 54, 54 × 2 ചെയ്യുക, എത്ര കിട്ടും, 108. ഓക്കെ, അപ്പോൾ നമുക്ക് 108 കിട്ടി. നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ താഴേക്ക് 108 എഴുതുക. തമ്മിൽ ആഡ് ചെയ്യുക, 6 8 3 11 1 1 2 8 1 9. 9216 ആയിരിക്കും 96ൻ്റെ സ്ക്വയർ. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 87ൻ്റെ സ്ക്വയർ. എന്ത് ചെയ്യുക, 7ൻ്റെ സ്ക്വയർ 49, 8ൻ്റെ സ്ക്വയർ 64, 8 × 7 56, 56 × 2 112. 9 എഴുതി, 4 2 6, 4 1 5, 6 1 7, 7569. വെറും 2 സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ നമ്പേഴ്സിൻ്റെ ഒക്കെ സ്ക്വയർ നമ്മൾ സിമ്പിളായിട്ട് കണ്ടെത്തുന്നു. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് 33യുടെ സ്ക്വയർ. ഓക്കെ, 33യുടെ സ്ക്വയർ. ഇവിടെ നോക്കാം, 3ൻ്റെ സ്ക്വയർ നമുക്കറിയാം 9 ആണ്. ഈ 3ൻ്റെ സ്ക്വയറും 9 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 53ൻ്റെ സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ചെയ്തു, 3ൻ്റെ സ്ക്വയർ 9 ആണ്. അപ്പോൾ 9 ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറാണ്. നമ്മൾ എന്ത് ചെയ്യുക, 9ൻ്റെ മുന്നേ 0 ചേർക്കുക. 3ൻ്റെ സ്ക്വയർ 9 ആകുമ്പോൾ നമ്മൾ 09 ഇട്ടു. ഈ 3ൻ്റെ സ്ക്വയർ 9 ആകുമ്പോൾ ഇതും 09 ഇട്ടു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, 3 × 3 9, 9 × 2 18. ഇതിൻ്റെ താഴേക്ക് എന്ത് ചെയ്യുക, 18 എഴുതുക. തമ്മിൽ ആഡ് ചെയ്യുക, 9 8 9 1 10 0 1 1089. അപ്പോൾ 33 സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും, 1089 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെയുള്ള യൂണിറ്റ് ഡിജിറ്റ്, അതായത് യൂണിറ്റ് ഡിജിറ്റ് 5 വരുന്ന കേസിലുള്ള നമ്പറിൻ്റെ സ്ക്വയർ നമ്മൾ എങ്ങനെ കാണാം. അതായത് യൂണിറ്റ് ഡിജിറ്റ് പറഞ്ഞാൽ ഇപ്പോൾ ഇതിപ്പോൾ 25. ഇതിലെ യൂണിറ്റ് ഡിജിറ്റ് പറഞ്ഞാൽ എന്താണ്, യൂണിറ്റ് ഡിജിറ്റ് പറഞ്ഞാൽ നമ്മൾ ഒറ്റ 10 100 1000 10000 എന്ന് പറയുമ്പോൾ ഇതിൽ ഒറ്റയാണ് യൂണിറ്റ് ഡിജിറ്റ്. ഓക്കെ, ഈ ഒറ്റ 1ൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് യൂണിറ്റ് ഡിജിറ്റ്. രണ്ടാമത്തത് എന്തായിരിക്കും, ഒറ്റ 10. ഇത് 10th ഡിജിറ്റ്. ഒറ്റ 10 100 കഴിഞ്ഞാൽ 100 ആകുമ്പോൾ എന്താവും, 100th ഡിജിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളെ യൂണിറ്റ് ഡിജിറ്റ്, അതായത് ഈ എൻഡിൽ 5 വരുന്ന കേസിൽ ഉണ്ടാകുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണാനുള്ള ഒരു ഷോർട്ട് മെത്തേഡാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്, 25ൻ്റെ സ്ക്വയർ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാൻ പോകണം. എന്ത് ചെയ്യുക, ആദ്യം 25ൻ്റെ സ്ക്വയർ ആകുമ്പോൾ ആദ്യം 5ൻ്റെ സ്ക്വയർ എത്ര ആയിരിക്കും, 25 ആണ്. ഇനി എന്ത് ചെയ്യുക, ഇവിടെ 2 ഉണ്ട് അല്ലേ, നമ്മൾ ഈ 2നെ എന്ത് ചെയ്യുക, 2 × 2ൻ്റെ തൊട്ടടുത്ത മേലത്തെ നമ്പർ എത്രയാണ്, 2 × 3 അല്ലേ. 2 കഴിഞ്ഞാൽ പിന്നെ വരുന്ന തൊട്ടടുത്ത നമ്പർ 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2 × 3 ചെയ്യുക, 625. ഇതാണ് നമ്മുടെ 25ൻ്റെ സ്ക്വയർ അല്ലേ. നമുക്ക് 35 നോക്കാം. എങ്ങനെ ചെയ്യുക, 35 സ്ക്വയർ എന്തായാലും ഇപ്പുറം വരുന്നത് 25 ആയിരിക്കും അല്ലേ, കാരണം 5 ആണ്. 5ൻ്റെ സ്ക്വയർ 25. പിന്നെ എന്ത് ചെയ്യുക, 3 × 3ൻ്റെ തൊട്ടടുത്ത് മേലെ വരുന്ന നമ്പർ 4 ആണ്. 3 × 4 12, 1225. നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് 30ൻ്റെ സ്ക്വയർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാൻ ഉപയോഗിക്കാൻ നമുക്ക് ആൻസർ പറയാം അല്ലേ. നമുക്കറിയാം 3 × 4 12, 12 25, അതായത് 1025. നമുക്ക് 45ൻ്റെ സ്ക്വയർ നോക്കാം. എന്ത് ചെയ്യുക, 4 × 5 20, 5ൻ്റെ സ്ക്വയർ 25.
2025 അല്ലേ. ഇനി 55ൻ്റെ സ്ക്വയർ നോക്കാം. എങ്ങനെ ചെയ്യാം? 5 × 6 30, 5ൻ്റെ സ്ക്വയർ 25, 3025. 65ൻ്റെ സ്ക്വയർ ആണെങ്കിൽ 6 × 7 42, 5 × 5 25. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 5 വരുന്ന സംഖ്യകളുടെ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പേന പോലും ഉപയോഗിക്കേണ്ടത് ചെയ്യാൻ പറ്റും. ജസ്റ്റ് മനസ്സിൽ ആലോചിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മെത്തേഡ്സ് ഒക്കെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എക്സാമിൽ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഓരോ പ്രോബ്ലംസും വളരെ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലത്തെ ഓരോ ഷോർട്ട് മെത്തേഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഇതുപോലെ പെടും, സമയം കുറേ ലാഭിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 5 എൻഡിൽ വരുന്ന നമ്പറിൻ്റെ സ്ക്വയർ വളരെ സിമ്പിളായിട്ട് പറയാം അല്ലെ. നമുക്ക് ഇപ്പോൾ 75ൻ്റെ സ്ക്വയർ നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിൽ കണ്ടു നോക്കൂ. എങ്ങനെ ചെയ്യാം? 7 × 8 56, പിന്നെ 5ൻ്റെ സ്ക്വയർ 25, 56 25 അല്ലേ. പേന പോലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെയാണ് യൂണിറ്റ് ഡിജിറ്റ് 5 വരുന്ന സമയത്ത് നമ്മൾ സ്ക്വയർ കാണാനുള്ള ഒരു ഷോർട്ട് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ സ്ക്വയർ റൂട്ടും അതുപോലെ ക്യൂബ് റൂട്ടും അല്ലേ. നമ്മൾ ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കി. അതുപോലെ ക്യൂബ് എന്ന് പറഞ്ഞുള്ള ബേസിക് ഐഡിയ ഉണ്ടാക്കി. അതുപോലെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാലുള്ള ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി. പിന്നെ എന്താണ് ക്യൂബ് റൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ സ്ക്വയർ ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ, ഒരു 2 അക്ക നമ്പറിൻ്റെ സ്ക്വയർ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡ് നമ്മൾ പഠിച്ചു. അത് നമ്മൾ പഠിച്ചത് ഒരു നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 5 വരുന്ന സമയത്ത് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡ് നമ്മൾ പഠിച്ചു. നമ്മൾ ഇത്രയും കാര്യങ്ങളും ഇന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ബാക്കി പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു 3 ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടെത്താൻ പോകണം. ഓക്കെ, 3 ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയർ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മളെങ്ങനെ കണ്ടെത്താൻ നോക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതാം. 102 സ്ക്വയർ. അപ്പോൾ നമ്മൾ 102ൻ്റെ സ്ക്വയർ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 102 സ്ക്വയർ ആകുമ്പോൾ ഇവിടെ നോക്കുക. 102ൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു റൗണ്ട് ഫിഗർ എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, അതായത് 100-നേക്കാളും 2 കൂടുതലാണ് 102. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 102ൻ്റെ സ്ക്വയർ കാണാൻ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഈ 2ൻ്റെ സ്ക്വയർ കാണാം. അതായത് 100 + 2 ആണ് 102. നമ്മൾ എന്ത് ചെയ്യുക? ഈ 2ൻ്റെ സ്ക്വയർ നമ്മൾ ആദ്യം കാണാം. എത്ര കിട്ടും? 4 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു 53ൻ്റെ സ്ക്വയർ കണ്ട സമയത്ത് നമ്മൾ എഴുതി 3ൻ്റെ സ്ക്വയർ 9 എന്ന് എഴുതി അല്ലേ. നമ്മൾ എന്ത് ചെയ്തു? 9ൻ്റെ കൂടെ ഒരു 0 കൂടി ചേർത്തു. കാരണം 9 എന്ന് പറയുന്നത് ഒറ്റ നമ്പറുള്ള സംഖ്യയാണ്, അല്ലെങ്കിൽ സിംഗിൾ ഡിജിറ്റ് നമ്പറാണ്. നമ്മൾ എന്ത് ചെയ്യുക? ആ 9ൻ്റെ കൂടെ നമ്മൾ 0 ചേർത്തു. അതുപോലെ തന്നെ നമ്മൾ 2ൻ്റെ സ്ക്വയർ 4 കണ്ടെത്തി. നമ്മൾ എന്ത് ചെയ്യുക? 4ൻ്റെ കൂടെ ഒരു 0 ഇപ്പോൾ ചേർക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 102 അല്ലേ. 102 എന്ന് പറയുന്നത് 100-നേക്കാളും 2 കൂടുതലാണ്. നമ്മൾ എന്ത് ചെയ്യുക? 102ൻ്റെ കൂടെ 2ഉം കൂടി ആഡ് ചെയ്യുക. എത്ര കിട്ടും? 104 കിട്ടും. ഈ 104 എന്ത് ചെയ്യുക? ഇവിടെ അങ്ങോട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ 102ൻ്റെ സ്ക്വയർ എന്ന് പറയുന്ന ആൻസർ. ക്ലിയർ ആയോ? അതായത് നമ്മൾ 102 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം 100നെ ബേസ് ആക്കി എടുത്തു, റെഫറൻസ് ആക്കി എടുത്തു. 100 + 2 ആണ് 102. അപ്പോൾ ആ 2ൻ്റെ സ്ക്വയർ നമ്മൾ ആദ്യം എഴുതി, 04 എഴുതി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? 102 + 100-നേക്കാൾ എത്ര കൂടുതലാണ്? 2 കൂടുതലാണ് 2. 102 + 2 104 എന്ത് ചെയ്യുക? നമ്മളിവിടെ എഴുതി, നമ്മുടെ ആൻസറായി. നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 103ൻ്റെ സ്ക്വയർ എങ്ങനെ എഴുതാം? ആദ്യം 100 + 3 ആണ് 103. അപ്പം 3ൻ്റെ സ്ക്വയർ നമ്മൾ എഴുതി 9 നമ്മൾ 0 കൊടുത്തു. പിന്നെ എന്ത് ചെയ്യുക? 103 + 3 എത്ര കിട്ടും? 106. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. 107ൻ്റെ സ്ക്വയർ കണ്ടു നോക്കാം. എങ്ങനെ ചെയ്യാം? ആദ്യം 7ൻ്റെ സ്ക്വയർ 49 ആണ് അല്ലേ. ഇനി എന്ത് ചെയ്യുക? 107 + 7 ചെയ്യുക, 114. അതായിരിക്കും നമ്മുടെ 107ൻ്റെ സ്ക്വയറിൻ്റെ ആൻസർ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരു പേന പോലെ ഉപയോഗിക്കാൻ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ സ്ക്വയർസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. നമുക്കിനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 112ൻ്റെ സ്ക്വയർ കണ്ടു നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കാണുമ്പോൾ 112ൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 2ൻ്റെ സ്ക്വയർ അല്ല കാണേണ്ടത്, 12ൻ്റെ സ്ക്വയർ നമ്മൾ ആദ്യം കാണേണ്ടത്. കാരണം 100 + 12 ആണ് 112. അപ്പോൾ ഈ 12ൻ്റെ സ്ക്വയർ ആണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. നമുക്കറിയാം 12ൻ്റെ സ്ക്വയർ
144 പിന്നെ എന്ത് ചെയ്യുക, 112 പ്ലസ് ഈ 12, 112 പ്ലസ് 112 പ്ലസ് 12 കിട്ടും, 124 കിട്ടും. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഇത് തമ്മിൽ ആഡ് ചെയ്യണം. കാരണം ഇവിടെ 6 നമ്പറായി എന്തുണ്ടാവുള്ളൂ, 5 നമ്പറേ നമ്മുടെ ആൻസർ ആയിട്ട് വരുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, 124 ഈ 4 താഴെ നമ്മുടെ 144 1 വരെ തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. 4 4 4 1 5 2 1. അപ്പോൾ 125 44 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, നമുക്കിനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 119 സ്ക്വയർ കണ്ടുനോക്കാം. 119 സ്ക്വയർ കണ്ടുനോക്കാം. 119 സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം 19 സ്ക്വയർ വരിക എത്രയാണ്, 361 ആണ്. പിന്നെ എന്ത് ചെയ്യുക, 119 പ്ലസ് 19 അത് കിട്ടും 138. ഏതോ ശ്രദ്ധിക്കുക, 8 താഴെയാണ് നമ്മൾ 3 ഉള്ളത്. തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. 1 6 8 3 11 3 4 141 61 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 111 സ്ക്വയർ കണ്ടു. 111 സ്ക്വയർ എന്ത് ചെയ്യുക, 11 സ്ക്വയർ 121 ആണ്. 111 പ്ലസ് 11 എത്രയാണ്, 122 1 2 2 1 2 1. അപ്പോൾ 1 2 3 2 1 ആയിരിക്കും നമ്മുടെ 111 ആൻസർ ആയിട്ട് വരും, സ്ക്വയർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു 100ൻ്റെ ഒക്കെ അടുത്ത് കിടക്കുന്ന ഒരു 3 ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയർസ് നമ്മൾ സിമ്പിളായിട്ട് കാണാൻ പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്തൊക്കെയാണ് പഠിച്ചത്, ആദ്യം നമ്മൾ സ്ക്വയറും അതുപോലെ സ്ക്വയർ റൂട്ടും തമ്മിലുള്ള ഒരു ബേസിക് കാര്യം നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യൂബും അതുപോലെ തന്നെ ക്യൂബ് റൂട്ട് എന്താണെന്ന കാര്യം ഒരു ബേസ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ഡിജിറ്റ് നമ്പർ അല്ലേ, 2 നമ്പേഴ്സിൻ്റെ ഒക്കെ സ്ക്വയർ നമ്മൾ വളരെ ഫാസ്റ്റായി ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ 5 യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ നമ്മൾ ഒരു പേന പോലും ഉപയോഗിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിച്ചത് 3 ഡിജിറ്റ് നമ്പർ അല്ലേ, 102 105 അങ്ങനത്തെ നമ്പേഴ്സിൻ്റെ ഒക്കെ ഒരു സ്ക്വയർ നമ്മൾ വളരെ ഫാസ്റ്റായി ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് നമ്മൾ പഠിച്ചു. നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ക്വയർ റൂട്ട്. അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് സ്ക്വയർ റൂട്ട്. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. ഓക്കെ, സ്ക്വയർ റൂട്ടാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമല്ലേ, ഒരു ബേസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്താണ് സ്ക്വയർ റൂട്ട് എന്നും അതുപോലെ തന്നെ എന്താണ് ക്യൂബ് റൂട്ട് എന്നും. ഞാനൊരു വലിയൊരു നമ്പർ എഴുതാൻ പോവാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ പോവാണ്. 7569 ഈ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സാധാരണ എക്സാമിന് ഉണ്ടാകാറുള്ളതാണ്. സാധാരണ ഒരു 4 നമ്പറോ അല്ലെങ്കിൽ 5 നമ്പറോ അല്ലെങ്കിൽ 6 നമ്പറോ വന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ നമ്മളൊരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓപ്ഷൻ നോക്കി നമ്മുടെ ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് അല്ലേ. എന്താണ് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞത്, അപ്പോൾ 16ൻ്റെ സ്ക്വയർ റൂട്ട് പറഞ്ഞാൽ 4 ആയിരിക്കും. 4 × 4 ആണ് 16. 16ൻ്റെ സ്ക്വയർ റൂട്ട് 4 ആയിരിക്കും. 9ൻ്റെ സ്ക്വയർ റൂട്ട് പറഞ്ഞാൽ 3 ആണ്, അതായത് 3 × 3 ആണ് 9. അപ്പോൾ 9ൻ്റെ സ്ക്വയർ റൂട്ട് 9 ആണ്. അപ്പോൾ ഏതൊരു നമ്പർ എന്ത് ചെയ്യുക, ആ നമ്പറിനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു ആൻസറാണ് 7569. അപ്പോൾ ആ നമ്പർ ഏതാണ് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് 1-2 ഐഡിയാസ് ഉണ്ട് അല്ലെങ്കിൽ 1-2 മെത്തേഡ്സ് ഉണ്ട് നമുക്ക് കണ്ടെത്താനുള്ള. നമുക്ക് ഓരോരോ മെത്തേഡ്സ് ആദ്യം പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്, ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, അതായത് നമുക്ക് സാധാരണ നമ്മുടെ ക്വസ്റ്റ്യനിൽ 5 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ആ ഓപ്ഷൻ നോക്കി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയൊരു മെത്തേഡ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്പർ നോക്കാം. 7569 അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ചെറുപ്പത്തിലും പഠിച്ചാൽ 1 10 100 1000 അല്ലേ, അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് ടൈംസ് ഡിജിറ്റ് 100 ഡിജിറ്റ് അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ലാസ്റ്റ് നമ്പർ 9 ആണ് അല്ലേ, 7569. ഈ ലാസ്റ്റ് നമ്പർ 9 ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഏതൊക്കെ നമ്പറിൻ്റെ ഗുണിതങ്ങളായിരിക്കും 9 വരിക അല്ലേ. ഒരു നമ്പറിൻ്റെ സ്ക്വയർ പറഞ്ഞപ്പോൾ 13ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 169 ആണ് അല്ലേ. ഇവിടെ 9 വന്നിട്ടുണ്ട്, കാരണം ഇവിടെ 3 ഉള്ളത് കൊണ്ടാണ് 3 × 3 9, അങ്ങനെയാണ് 9 വന്നത്.
അല്ലേ? അതുപോലെ നമുക്കറിയാം 17ൻ്റെ സ്ക്വയർ 289 എങ്ങനെ ഇവിടെ 9 വന്നത്? ഈ 7 ഉള്ളത് കൊണ്ടാണ് 9 വന്നത്. 7 × 7 49ൻ്റെ ആ 9 അവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നോക്കുക, ഇവിടെ 9 വരാനുള്ള ചാൻസ് ഏതൊക്കെയാണ്? അതായത് ഈ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ ഒരു 2 അക്ക നമ്പർ ആണെങ്കിൽ അതിലെ യൂണിറ്റ് ഡിജിറ്റ്, ഓക്കെ, നമ്മൾ പറഞ്ഞു യൂണിറ്റ് ഡിജിറ്റ് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും എൻഡിലുള്ള ഈ നമ്പറാണ് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്പർ ഏതായിരിക്കും? ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 7 ആയിരിക്കും വരിക. പറഞ്ഞ് ക്ലിയർ ആയോ? ഇപ്പോൾ ഒരു 6814 വിചാരിക്കുക. ഈ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് വിചാരിക്കുക. അതിൻ്റെ ലാസ്റ്റ് നമ്പർ അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 4 ആണ്. അപ്പോൾ 4 ആണെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്ന സമയത്ത് ഇവിടെ വരുന്ന നമ്പർ ഏതൊക്കെയായിരിക്കും ചാൻസ്? ഒന്നുകിൽ 2 വരാം, അല്ലെങ്കിൽ 2 × 2 4 ആണ്, 3 × 3 6, 4 × 4 16, 5 × 5 25, 6 × 6 36, 7 × 7 49, 8 × 8 64. അപ്പോൾ 2 8 ആയിരിക്കും ഈ ഒരു യൂണിറ്റ് ഡിജിറ്റ് വരിക. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ? ഇവിടെ 9 ആണെങ്കിൽ ഇവിടെ വരാനുള്ള ചാൻസ് 3 7 ആയിരിക്കും. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് 7569ൻ്റെ തൊട്ട് മുന്നേ ഉള്ളതും അതുപോലെ അതിന് ശേഷമുള്ള റൗണ്ട് ഫിഗർ നോക്കുക. അതായത് ഏതെങ്കിലും നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൗണ്ട് ഫിഗർ ആയിട്ട് വരുന്നുണ്ടോ നോക്കുക. നമുക്ക് ജസ്റ്റ് ആലോചിച്ചാൽ കിട്ടുന്നതാണ്. ഒരു 80ൻ്റെ സ്ക്വയർ എത്രയാണ്? വളരെ സിമ്പിളായി നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. 80ൻ്റെ സ്ക്വയർ 6400 ആണ്. എങ്ങനെയാണ്? 8 × 8 64, പിന്നെ 2 സിംഗിൾ കൊടുക്കുക, 6400 ആയി. അതുപോലെ നമ്മൾ 90ൻ്റെ സ്ക്വയർ നോക്കുക. എത്ര കിട്ടും? 9 × 9 81. അപ്പോൾ 8100 ആയിരിക്കും 90ൻ്റെ സ്ക്വയർ. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. 7569. അപ്പോൾ 80ൻ്റെയും 90ൻ്റെയും ഇടയ്ക്ക് വരുന്ന നമ്പറാണ് 7569. അതായത് 80ൻ്റെ സ്ക്വയർ 6400, 90ൻ്റെ സ്ക്വയർ 8100. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ ഇടയ്ക്ക് വരുന്ന നമ്പറാണ് 7569. അത്രയും ക്ലിയർ ആണോ? ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു യൂണിറ്റ് ഡിജിറ്റ് 5 വരുന്ന സമയത്ത് നമ്മൾ സിമ്പിളായിട്ട് സ്ക്വയർ കണ്ടെത്തി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ 85ൻ്റെ സ്ക്വയർ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. എത്ര കിട്ടുക? 5ൻ്റെ സ്ക്വയർ 25, 8 × 9 ചെയ്യുക 72, 7225. 7225. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഒരു 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. കാരണം ഇവിടെ 80ൻ്റെ സ്ക്വയർ 6400 വന്നിട്ടുണ്ട്, 90ൻ്റെ സ്ക്വയർ 8100 വന്നിട്ടുണ്ട്, 85ൻ്റെ സ്ക്വയർ 7225 വന്നിട്ടുണ്ട്. ഇവിടെ നോക്കാം, ഈ ഒരു നമ്പർ ഏതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്? 85ൻ്റെ സ്ക്വയറിൻ്റെയും 90ൻ്റെ സ്ക്വയറിൻ്റെ ഇടയ്ക്കാണ് 7569 നമ്പർ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 85ൻ്റെ 90ൻ്റെ ഇടയ്ക്കുള്ള നമ്പർ ആയിരിക്കും ഈ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട്. നമുക്കറിയാം ഇത് 9 ആണെങ്കിൽ നമ്മുടെ ഇവിടെ വരുന്ന നമ്പറിൻ്റെ അതിൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെ നമ്പർ വരാനുള്ള ചാൻസ് ഏതൊക്കെയാണ്? ഒന്നുകിൽ 3 ആകാം, ഒന്നുകിൽ 7 ആകാം. അതിൻ്റെ അർത്ഥം 80ഉം 90ഉം നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ 83 ആകാം, അല്ലെങ്കിൽ 87 ആകാം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 85ൻ്റെ സ്ക്വയർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അത് 7225 ആണ്. അപ്പോൾ 85നും 90നും ഇടയ്ക്കുള്ള നമ്പർ ആയിരിക്കും ഇതിൻ്റെ സ്ക്വയർ റൂട്ട്. അതായത് 87 ആയിരിക്കും ഈ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട്. നമുക്ക് ജസ്റ്റ് ഓപ്ഷൻ നോക്കി കണ്ടുപിടിക്കാൻ പറ്റിയ മെത്തേഡാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഓക്കെ, പറഞ്ഞ് മനസ്സിലായി വിചാരിക്കുന്നു. ഇവിടെ 9 വരാനുള്ള ചാൻസ് 3ഉം 7ഉം ആണ് അല്ലേ? അതായത് 3 9 7 49 വരുന്ന കേസിൽ എന്ത് ചെയ്യുള്ളൂ? ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 9 വരുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഈ 2 അക്ക നമ്പറിൽ ഒന്നുകിൽ ഇത് 7 ആയിരിക്കും, അല്ലെങ്കിൽ ഇത് 3 ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്തു? ഇതിന് തൊട്ടടുത്തുള്ള കുറച്ച് റൗണ്ട് ഫിഗേഴ്സിൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടെത്തി വെക്കി. 6400 കിട്ടി, 8200 കൂട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി 80ൻ്റെയും 90ൻ്റെയും ഇടയ്ക്കാണ്. നമ്മൾ എന്ത് ചെയ്ത് ജസ്റ്റ് 85ൻ്റെയും കൂടി സ്ക്വയർ കണ്ടുവയ്ക്കും. ഇതിൻ്റെ സ്ക്വയർ നമുക്ക് വളരെ ഫാസ്റ്റായി കാണാൻ പറ്റുന്നതിനെ കൊണ്ടാണ് ഈ സ്റ്റെപ്പ് നമ്മൾ ഉപയോഗിച്ചുള്ളത്, അല്ലെങ്കിൽ ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചുള്ളത്. നമുക്കറിയാം 80ൻ്റെ സ്ക്വയറൊക്കെ 1 മിനിറ്റ് അല്ലെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? 80ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ 8 × 9 72, 5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ നമുക്ക് മനസ്സിലായി 85ൻ്റെയും 90ൻ്റെയും ഇടയ്ക്കാണ് ഈ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട്. ഓക്കെ, ഇനി എന്ത് കിട്ടും? നമുക്കറിയാം ഒന്നുകിൽ ഇത് 3 ആവും, അല്ലെങ്കിൽ 7 ആവും. 85ൻ്റെ 90ൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒന്ന് ആലോചിക്കാൻ എന്തായിരിക്കും? അത് 87 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ നമ്മൾ ഒരു മെത്തേഡ് പഠിച്ചു. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? നമ്മൾ ജസ്റ്റ് കമ്പയർ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ മെത്തേഡ് പഠിച്ചു. ഇനി വേറെ മെത്തേഡ് പറഞ്ഞുതരാം. രണ്ടാമത്തെ മെത്തേഡാണ്. നമ്മൾ ഇതേ നമ്പറിൻ്റെ തന്നെ 7569 തന്നെ സ്ക്വയർ റൂട്ട് നമ്മൾ വേറെ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടെത്താൻ പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് 9 ആണെങ്കിൽ നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. ഒന്നുകിൽ 3 ആകും, അല്ലെങ്കിൽ 7 ആകും.
അല്ലേ? 3 7 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. ഇനി എന്ത് ചെയ്യുക? ഇവിടുത്തെ നമ്പർ നമ്മൾ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തുക? നമ്മൾ ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്തു, രണ്ട് സെക്ഷനാക്കി മാറ്റി. 6 ഒരു നമ്പർ, 7 5 ഒരു നമ്പർ, അതായത് 75 19 നമ്മൾ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? 75ൻ്റെ മുന്നേ വരുന്ന എന്താ പറയുക സ്ക്വയർ വരുന്ന നമ്പർ ഏതാ നോക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നിൻ്റെ സ്ക്വയർ 1ആണ്, 2ൻ്റെ സ്ക്വയർ 4ആണ്, 3ൻ്റെ സ്ക്വയർ 9ആണ്, 4ൻ്റെ സ്ക്വയർ 16ആണ്, 5ൻ്റെ സ്ക്വയർ 25ആണ്, 6ൻ്റെ സ്ക്വയർ 36ആണ്, 7ൻ്റെ സ്ക്വയർ 49ആണ്, 8ൻ്റെ സ്ക്വയർ 64ആണ്, 9ൻ്റെ സ്ക്വയർ 81ആണ്. ഞാൻ പറഞ്ഞു 75ൻ്റെ മുന്നേ വരുന്ന സ്ക്വയർ നമ്പർ ഏതാ നോക്കുക. ഏതാണ്? 75 വരുന്നത് മുന്നേ വരുന്നത് 64ആണ്, പിന്നെ ശേഷം 81 വരുന്നത്. അപ്പോൾ മുന്നേ വരുന്ന നമ്പർ നമ്മൾ സെലക്ട് ചെയ്യാം. 75ൻ്റെ മുന്നേ വരുന്നത് എത്രയാണ്? 8ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 8 ആയിരിക്കും നമ്മൾ ഇവിടെ വരുന്ന നമ്പർ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒന്നെങ്കിൽ 83 ആയിരിക്കും അല്ലെങ്കിൽ 87 ആയിരിക്കും. നമുക്ക് മനസ്സിലായി. ഓക്കെ, 75ൻ്റെ മുന്നേ വരുന്ന സ്ക്വയർ നമ്പർ നമ്മൾ കണ്ടെത്തുക. 75ൻ്റെ മുന്നേ വരുന്നത് 64ആണ്. 64ൻ്റെ പറഞ്ഞാൽ 8ൻ്റെ സ്ക്വയർ ആണ് 64. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ വരുന്ന നമ്പർ 8ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 83 കിട്ടി, 87 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 83 87 നമുക്ക് ഏതാ നമുക്ക് മനസ്സിലാവണം. അതെങ്ങനെ മനസ്സിലാവുക? നമ്മൾ ഇവിടെ കണ്ടു, നമുക്കിവിടെ 8 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? 8 × 9 ചെയ്യുക. അതായത് 8 × 8ൻ്റെ തൊട്ടടുത്ത നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടും? 72 കിട്ടും. 8 × 9 നമുക്ക് 72 കിട്ടി. ഈ 72 ഈ 75 നമ്മൾ കമ്പയർ ചെയ്യുക. അതായത് നമുക്ക് മനസ്സിലാവും 75-നേക്കാളും ചെറിയ നമ്പറാണ് 72 അല്ലേ? നമുക്ക് ഈ 8 × 8ൻ്റെ തൊട്ടടുത്ത നമ്പറായ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 72 കിട്ടി. ആ കിട്ടിയ നമ്പർ എന്താണ്? നമ്മുടെ ഈ 75-നേക്കാളും ചെറുതാണ്. അപ്പോൾ 75-നേക്കാളും ചെറിയ നമ്പർ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഈ യൂണിറ്റ് ഡിജിറ്റിൽ വന്ന നമ്പറിൽ വലിയ നമ്പർ നമ്മൾ സെലക്ട് ചെയ്യാം. പറഞ്ഞ് മനസ്സിലായോ? നമുക്ക് 8 മനസ്സിലായി. നമുക്ക് 83 87 വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ എന്ത് ചെയ്യുക? നമ്മൾ 87 ആണോ 83 ആണോ നമ്മൾ കൺഫേം ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? 8 × 8ൻ്റെ തൊട്ടടുത്ത നമ്പർ മേലത്തെ നമ്പർ 9ആണ്. 8 × 9 ചെയ്യാൻ നമുക്ക് 72 കിട്ടി. ഈ 72 ഈ കാണുന്ന 75 തമ്മിൽ എന്തെങ്കിലും കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും 72 ചെറുതാണ്. ഈ നമ്പറിനേക്കാൾ ചെറിയ നമ്പറാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത്. ചെറിയ നമ്പറാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് വലിയ നമ്പർ ആയിരിക്കും. നമ്മുടെ ആൻസർ വലിയ നമ്പർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ 87 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഓരോ വലിയ നമ്പേഴ്സിൻ്റെ ഒക്കെ സ്ക്വയർ റൂട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് തരുവാണ്ട് നോക്കുക. ഒന്നുകൂടി കേട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നൂറ്റി 51 29. അപ്പോൾ ഈ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടെത്താം. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചൊരു മെത്തേഡ് ഉണ്ട്, രണ്ടാമത് പഠിച്ചൊരു മെത്തേഡ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് രണ്ടാമത് പഠിച്ച മെത്തേഡും ചെയ്ത് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുക? ഈ ആദ്യത്തെ 2 നമ്പറിനെ ഒരു സെക്ഷൻ ആക്കാം, ഈ 3 നമ്പറിനെ ഒരു സെക്ഷൻ ആക്കി മാറ്റാം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തത് 7529 75നെ സെക്ഷനാക്കി, 69നെ സെക്ഷനാക്കി. അതുപോലെ എന്ത് ചെയ്യാം? 29നെ സെക്ഷനാക്കാം, 150 നമ്മൾ സെക്ഷനാക്കി. ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ 9 വന്നത് അല്ലേ? 9 ആകുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ 2 അക്ക നമ്പർ ആണെങ്കിൽ ഇവിടെ ഒന്നെങ്കിൽ 3 വരും അല്ലെങ്കിൽ 7 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്പർ കിട്ടി. യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് 3 അല്ലെങ്കിൽ 7 നമുക്ക് മനസ്സിലാവും അല്ലെ? 9 ആണെങ്കിൽ 3 അല്ലെങ്കിൽ 7 ആയിരിക്കും. ഇനി എന്ത് ചെയ്യാം? ഇവിടുത്തെ നമ്പർ നമ്മൾ കണ്ടെത്താൻ പോകണം. ഓക്കെ, ഇവിടെ 151 ഉണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 75 ആയിരുന്നു. 75ൻ്റെ മുന്നേ വരുന്ന അല്ലെങ്കിൽ 75ന് മുന്നേ വരുന്ന സ്ക്വയർ നമ്പർ ഏതെന്ന് നോക്കാം. ഇവിടെ നോക്കാം, നമുക്കറിയാം 9 സ്ക്വയർ നമ്മൾ 81 എഴുതി, 10 സ്ക്വയർ 100 ആണ്, 11 സ്ക്വയർ 121 ആണ്, 12 സ്ക്വയർ 144 ആണ്, 13 സ്ക്വയർ 169 ആണ്. അപ്പോൾ 150
51-ൻ്റെ മുന്നേ വരുന്ന ഏതാണ്? 12² ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ വരുന്ന നമ്പർ 12 ആണ് അല്ലേ? ഇവിടെ വരുന്ന നമ്പർ 12 ആണ്. അപ്പോൾ നമുക്ക് 123 127 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, 123 അല്ലെങ്കിൽ 127 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇനി എന്ത് ചെയ്യണം? ഇതൊന്നും നമ്മൾ കണ്ടെത്തണം ഏതാണ് നമ്മുടെ ആൻസർ എന്നുള്ളത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ 12 കിട്ടി. ഇവിടെ നേരത്തെ നമുക്ക് 8 കിട്ടിയ പോലെ നമുക്കിവിടെ 12 കിട്ടി. ഇനി എന്ത് ചെയ്യുക? 12 × 12ൻ്റെ തൊട്ടടുത്ത നമ്പർ ചെയ്യുക. എത്ര ചെയ്യുക? 13 ആണ് അല്ലേ? നമ്മൾ 8 × 9 ചെയ്തു, 72. അതേപോലെ 12 × 13 ചെയ്യുക. എത്ര കിട്ടും? 12 × 12 144 ആണ്. പ്ലസ് ഒരു 12 കൂടി കൂട്ടുക. അപ്പോൾ 144 12 156 കിട്ടും. ഓക്കെ, നമുക്കിവിടെ 156 കിട്ടി. ഈ 156ഉം ഈ 151 എന്ത് ചെയ്യുക? തമ്മിൽ കമ്പയർ ചെയ്യുക. 156ഉം 151ഉം കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലായി കിട്ടിയ നമ്പർ ഈ നമ്പറിനേക്കാളും വലിയ നമ്പറാണ് അല്ലേ? നമുക്ക് കിട്ടിയത് 156 ആണ്. അപ്പോൾ എന്താണ്? 151-നേക്കാളും കൂടുതലാണ്. അപ്പോൾ വലിയ നമ്പർ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ നിന്നും ചെറിയ നമ്പർ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചെറിയ നമ്പർ എന്ന് പറയുന്നത് 123 ആണ്. നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും? 123 ആയിരിക്കും ഈ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് സ്ക്വയർ ഓഫ് എ നമ്പറും അതുപോലെ ക്യൂബ് ഓഫ് എ നമ്പർ, അതുപോലെ തന്നെ സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്ക്വയർ റൂട്ട് കാണാനുള്ള 2 മെത്തേഡ്സ് പഠിച്ചു. ഒന്നൊരു കമ്പാരിസൺ മെത്തേഡാണ്. രണ്ടാമത്തെ എന്താണ്? നമ്മൾ നമ്പേഴ്സിനെ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യുക. ഒരു 5 നമ്പർ ആണെങ്കിൽ ആദ്യത്തെ 3 നമ്പറും അവസാനത്തെ 2 നമ്പറും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യുക. 4 നമ്പർ ആണെങ്കിൽ ആദ്യത്തെ 2 നമ്പറും അവസാനത്തെ 2 നമ്പറും സ്പ്ലിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് വൈൻഡ് അപ്പ് ചെയ്യണം. നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.